ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? പുതിയ അധ്യയന വർഷം തുടങ്ങി, ക്ലാസ്സുകളായി. പക്ഷെ ഒരു സങ്കടം ഉണ്ടാവൂലേ? ആർക്കും പുതിയ കൂട്ടുകാരെ ഒന്നും പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. എന്താ ചെയ്യാലേ? കൊറോണ ആയത് കാരണം കൂട്ടുകാരെ ഒന്നും കാണാനോ മിണ്ടാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ ഇന്ന് ടീച്ചറൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നേക്കുന്നേ. എന്താണെന്നറിയോ? ഒരു പുതിയ കൂട്ടുകാരിയുമായിട്ടാണ് ഇന്ന് ടീച്ചർ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. പേര് പറയാം, എല്ലാരും പെട്ടെന്ന് പഠിച്ചോണേ. സാവിത്രി. എല്ലാരും സ്നേഹം കൂടുമ്പോ സാവിത്രി കുട്ടീന്ന് വിളിക്കും. എല്ലാരും പഠിച്ചല്ലോ. സാവിത്രി കുട്ടിയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മുടെ സാവിത്രി കുട്ടി ഒരു ദിവസം വൈകുന്നേരമായപ്പോ സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുക. അവൾ ഇങ്ങനെ ഓർത്തു, ഈ വർഷം സ്കൂളിൽ പോകാന്നോർത്ത് പപ്പനോട് വഴക്കുണ്ടാക്കി പുതിയ ബാഗും കൊടയും ഒക്കെ മേടിച്ചു വെച്ചു. ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ. അവള് സങ്കടപ്പെട്ട് അന്ന് രാത്രി കിടന്നുറങ്ങി. അന്ന് രാത്രി സാവിത്രിക്കുട്ടി ഒരു സ്വപ്നം കണ്ടു. എന്തായിരിക്കും സാവിത്രിക്കുട്ടി കണ്ട സ്വപ്നം? നിങ്ങക്ക് പറയാവോ? ഒന്ന് ആലോചിക്കേ. സ്കൂളായിരിക്കോ? കാരണം സ്വപ്നത്തില് സാവിത്രിക്കുട്ടി സങ്കടപ്പെട്ടല്ലേ കിടന്നേ. ചിലപ്പോ സ്കൂളായിരിക്കും അല്ലേ, ചിലപ്പം കൂട്ടുകാരായിരിക്കും, ചിലപ്പോ വല്ല പക്ഷികളോ പൂക്കളോ ആയിരിക്കും. പലതാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ശരിക്കും സാവിത്രിക്കുട്ടി കണ്ട സ്വപ്നം എന്താന്ന് ഒന്ന് നോക്കിക്കേ. സാവിത്രിക്കുട്ടി കണ്ടത്, സാവിത്രിക്കുട്ടി ഒരു വലിയ വീടാ സ്വപ്നം കണ്ടത്. എന്തായിരിക്കും സാവിത്രിക്കുട്ടി വീട് സ്വപ്നം കാണാൻ കാരണം എന്ന് നിങ്ങൾക്കറിയാവോ? സാവിത്രിക്കുട്ടി ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സാവിത്രിക്കുട്ടി 1ാം ക്ലാസ്സിൽ ചേരാന്ന് വിചാരിച്ചപ്പോ എന്ത് സംഭവിച്ചു? കൊറോണ കാരണം സ്കൂള് പൂട്ടിപ്പോയി. 2ാമത്തെ വർഷം പോകാന്ന് ഓർത്തു, എന്നിട്ടും പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് സാവിത്രിക്കുട്ടിന്റെ വിചാരം സാവിത്രിക്കുട്ടിയുടെ വീട് തന്നെയാണ് സാവിത്രിക്കുട്ടിയുടെ സ്കൂളെന്ന്. അങ്ങനെ സാവിത്രിക്കുട്ടി സ്വപ്നം കണ്ടതാണ് ഈ വീട്. ആ രാത്രി മുഴുവൻ നമ്മുടെ സാവിത്രിക്കുട്ടി ആ വീട് സ്വപ്നം കണ്ട് കിടന്നുറങ്ങി. രാവിലെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നപ്പോഴേ സാവിത്രിക്കുട്ടിയുടെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? സാവിത്രിക്കുട്ടി സ്വപ്നം കണ്ട ആ വീടായിരുന്നു മനസ്സില്. അവള് കാപ്പി കുടിച്ച് കഴിഞ്ഞ പാടെ വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പേപ്പറും എല്ലാം എടുത്തു വെച്ച് വീടുണ്ടാക്കാൻ തുടങ്ങി. സാവിത്രി ഇങ്ങനെ ആലോചിച്ചു, എന്തൊക്കെ ആകൃതിയായിരുന്നു ആ വീടിനുണ്ടായിരുന്നേ. കുറേ ഷേപ്പുകൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, ചതുരാകൃതി ഉണ്ടല്ലേ. ഇങ്ങനെ ചുറ്റും ചതുരത്തില് ഭിത്തി കെട്ടിയിട്ടുണ്ട്. അപ്പൊ അന്നേരം അവിടെ വിചാരിച്ചു, സാധാരണ വീടുണ്ടാക്കിയേക്കുന്നത് മുഴുവൻ ആദ്യം ഭിത്തിയും അടിത്തറയൊക്കെ കെട്ടിയിട്ടാലേ ഉണ്ടാക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് സാവിത്രിക്കുട്ടി വെട്ടി 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 ഇത് കണ്ടോ, ഇതുപോലെ വെട്ടി ഒരു ചതുരം ഉണ്ടാക്കി. അങ്ങനെ സാവിത്രിക്കുട്ടി ഇതുപോലത്തെ ഒരു 3-4 ചതുരമൊക്കെ വെട്ടി ഉണ്ടാക്കി വെച്ചു. പിന്നെ സാവിത്രിക്കുട്ടി ആലോചിച്ചു, ഇനി എന്താ അടുത്തതുണ്ടാക്കുക? അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, വീടിന്റെ മേൽക്കൂര ഇങ്ങനെ ചെരിഞ്ഞായിരിക്കണേ. അതിന് ഷേപ്പ് പണ്ട് അമ്മ പറഞ്ഞു നോക്കുന്നുണ്ട്, ത്രികോണത്തിലാണത്. അങ്ങനെ ചതുരത്തെ നമ്മുടെ സാവിത്രിക്കുട്ടി വീണ്ടും മടക്കി ത്രികോണാകൃതിയിലുണ്ടാക്കി. എങ്ങനെ? ഇങ്ങനെ ഇവിടെയും ചെരിച്ച് ഇവിടെയും ചെരിച്ച് ഇങ്ങനെ വെട്ടി നമ്മുടെ സാവിത്രിക്കുട്ടി ത്രികോണം ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത്, അതിന്റെ നടുക്കൊരു വട്ടം കാണുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് സാവിത്രിക്കുട്ടിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. കാരണം വെട്ടിയിട്ടും സാവിത്രിക്കുട്ടി വെട്ടി മാറ്റി നോക്കി, എവിടെ ശരിയാവുന്നില്ല. ചതുരവും ത്രികോണമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഈ വട്ടം എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല. പെട്ടെന്നാണ് അവൾക്കൊരു ബുദ്ധി തോന്നിയത്. എന്ത് ചെയ്തു? അവളുടെ കയ്യില് ഒരു വളയുണ്ടായിരുന്നു. ആരാ? അച്ഛൻ മേടിച്ചു കൊടുത്ത വള അവളുടെ കയ്യിലുണ്ടായിരുന്നു. സാവിത്രിക്കുട്ടി വേഗം കയ്യിൽ നിന്ന് വളയൂരി വട്ടത്തില് പെൻസിലും കൊണ്ട് വരച്ച് കത്രികയും കൊണ്ട് വെട്ടിയെടുത്തു. അങ്ങനെ എന്തുണ്ടാക്കി? വട്ടവും ഉണ്ടാക്കി. പിന്നെ പെട്ടെന്ന്
പശയൊക്കെ തേച്ച് അവള് വീടുണ്ടാക്കി. സാവിത്രിക്കുട്ടിയുടെ വീട് നമുക്കൊന്ന് കാണണ്ടേ? ദേ നോക്കിക്കേ. ആ ചതുരവും വട്ടവും ത്രികോണവും എല്ലാം ഉപയോഗിച്ച് മനോഹരമായിട്ടില്ലേ സാവിത്രിക്കുട്ടിയുടെ വീട്? ആ സാവിത്രിക്കുട്ടിയുടെ വീട് നന്നായിട്ടുണ്ടല്ലേ? ഇനി ഇതുപോലെ നിങ്ങളും ഒരു വീടുണ്ടാക്കി നോക്കണേ. ചതുരവും വട്ടവും ത്രികോണവും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കണം. എന്നിട്ട് ടീച്ചർക്ക് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാനും മറക്കല്ലേ. നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ എന്തെല്ലാം ഷേപ്പുകളാലെ നമ്മൾ കാണുന്ന വാഹനത്തില് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ആകൃതിയുള്ള വസ്തുക്കള് നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിനി പുറത്തൊക്കെ പോകുമ്പോൾ ശരിക്കും നോക്കണം. ചതുരവും വട്ടവും ത്രികോണവും ഉള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടെന്ന്. നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് വീടിന്റെ പുറത്തിറങ്ങി നോക്കിയാൽ തന്നെ എന്തെല്ലാം കാണാൻ പറ്റൂലേ? വീടിന്റെ ഉള്ളിലുണ്ട്, ഭിത്തിയിലുണ്ട്, മുകളിലേക്ക് നോക്കിയാൽ കാണാം. അങ്ങനെ പല വിധത്തില് പല തരത്തിലുള്ള ഷേപ്പുകള് നമ്മുടെ ചുറ്റുപാടും ഉണ്ടല്ലേ. എല്ലാരും അത് ശ്രദ്ധിക്കണം. എന്നിട്ട് വീടിന്റെ ചുറ്റുവട്ടത്തും പരിസരത്തുമുള്ള ചതുരാകൃതിയിലും വട്ടത്തിലുള്ളതും ത്രികോണാകൃതിയിലുമുള്ളതുമായ ഷേപ്പുകളുള്ള വസ്തുക്കള് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് രേഖപ്പെടുത്തി വെക്കണേ. അങ്ങനെ നമ്മുടെ സാവിത്രിക്കുട്ടി ചുറ്റുപാടൊക്കെ കണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ സാവിത്രിക്കുട്ടിയുടെ കൂട്ടത്തില് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. സാവിത്രിക്കുട്ടി വഴിയില് പരിചയപ്പെട്ട കൂട്ടുകാരാ. സാവിത്രിക്കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അവര് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എന്തായാലും ഇന്നത്തെ ദിവസം മുഴുവൻ ചതുരവും വട്ടവും ത്രികോണവും ആയിട്ടുള്ളൊരു കളിയായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുതിയൊരു കളി കളിച്ചാലോ എന്ന് നമ്മുടെ സാവിത്രിക്കുട്ടി പറഞ്ഞു. അങ്ങനെ സാവിത്രിക്കുട്ടീന്റെ കൂട്ടുകാരും, എത്ര കൂട്ടുകാരുണ്ടാകുമെന്ന് അറിയാവോ? 2 കൂട്ടുകാര്. അപ്പൊ സാവിത്രിക്കുട്ടീന്റെ 2 കൂട്ടുകാരും കൂടെ എന്ത് ചെയ്തു? അവര് കളിക്കാൻ തീരുമാനിച്ചു. സാവിത്രിക്കുട്ടിയുടെ കൂട്ടുകാരെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? സാവിത്രിക്കുട്ടിയുടെ ഒരു കൂട്ടുകാരന്റെ പേരാണ് അപ്പു. എന്താ? അപ്പു. പിന്നെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അമ്മു. സാവിത്രിക്കുട്ടിയുടെ 2 കൂട്ടുകാര് അപ്പുവും അമ്മുവും കൂടിയാണ് സാവിത്രിക്കുട്ടിയുടെ വീട്ടിലേക്ക് വന്നത്. അപ്പൊ സാവിത്രിക്കുട്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കളി പറയാം, നമുക്ക് ഒന്നിച്ച് കളിച്ചു നോക്കാം. അവരെ സമ്മതിച്ചു. എന്ത് കളിയാണേലും കളിയല്ലേ അല്ലെ? കൂട്ടുകാരൊന്നും കാണാതെ വിഷമിച്ചിരിക്കുമ്പോ കളിക്കാന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ എത്ര സന്തോഷല്ലേ. അങ്ങനെ അവര് കളിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയും കളിച്ചെന്നറിയണ്ടേ? സാവിത്രിക്കുട്ടി ആദ്യം എന്ത് ചെയ്തു? ഒരു ത്രികോണം എടുത്തു. എന്തായത്? ത്രികോണം. ഈ ത്രികോണം എടുത്തിട്ട് സാവിത്രിക്കുട്ടി പറഞ്ഞു, ഇതാണ് ത്രികോണം. ഇത് ഞാൻ എന്റെ വീടുണ്ടാക്കാൻ വെട്ടിയതാ. അടുത്തതായിട്ടൊരു ചതുരെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതും ഞാൻ എന്റെ വീടിന് വേണ്ടി ഉണ്ടാക്കിയതാ. പിന്നെ വട്ടം എടുത്തു. ഇത് 3 കൊണ്ടാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാ കളിക്കുന്നതെന്ന് ചോദിച്ചാല് ആദ്യം നമ്മള് ചതുരവും ത്രികോണവും കൊണ്ടാ കളിക്കുന്നതെന്ന് പറയും. പക്ഷെ എങ്ങനെയാ കളിക്കുന്നേ? ഈ കളിക്കൊരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് വെച്ചു പോണം. അപ്പൊ ഞാൻ ആദ്യം ചതുരം വെക്കും. ചതുരം വെച്ച് കഴിഞ്ഞാൽ തൊട്ടു പുറകെ അപ്പു ത്രികോണം വെക്കണം. അങ്ങനെ ആദ്യം സാവിത്രിക്കുട്ടി അപ്പുവിന് കളിച്ചു തുടങ്ങി. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ സാവിത്രിക്കുട്ടി എന്ത് വെച്ചു? ചതുരം വെച്ചു. തൊട്ടു പുറകെ നമ്മുടെ അമ്മുക്കുട്ടി ത്രികോണം വെച്ചു. അപ്പൊ അടുത്തത് എന്തായിരിക്കും വെക്കുന്നേ? അടുത്തത് വേഗം സാവിത്രിക്കുട്ടി വീണ്ടും എന്ത് ചെയ്തു? ചതുരം വെച്ചു. അപ്പൊ ആദ്യം എന്താ വെച്ചത്? ചതുരം വെച്ചു, ത്രികോണം വെച്ചു, ചതുരം വെച്ചു. അടുത്തത് എന്തായിരിക്കും വെക്ക? എന്താ വെച്ചത്? അടുത്തത് ത്രികോണം വെച്ചു. വീണ്ടും സാവിത്രിക്കുട്ടി ചതുരം വെച്ചു. അപ്പൊ നമ്മുടെ അപ്പുക്കുട്ടൻ എന്ത് ചെയ്തു? ത്രികോണം വെച്ചു. അങ്ങനെ അവർ 2 പേരും കട്ട കളിച്ചിട്ട് 2 പേർ ജയിച്ചു. അമ്മു പറഞ്ഞു, അപ്പു കളിച്ചില്ലേ, ഇനി ഞാനും സാവിത്രിക്കുട്ടി കൂടെ കളിക്കട്ടെ. സാവിത്രിക്കുട്ടിക്ക് കളിക്കാൻ അറിയാവുന്നേ. അപ്പൊ നമ്മുടെ സാവിത്രിക്കുട്ടി പറഞ്ഞു, അന്നേരം നമ്മുടെ സാവിത്രിക്കുട്ടി പറഞ്ഞു, ശരി, പക്ഷെ ഇത്തവണ കളിക്കാനുള്ള സാധനം വേറെയാ. ഇത്തവണ നമ്മൾ കളിക്കുന്നത് ത്രികോണവും
വട്ടവും വെച്ചാ കളിക്കുന്നത്. സാവിത്രിക്കുട്ടി ആദ്യം ത്രികോണം വെക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോ അമ്മുക്കുട്ടി എന്ത് ചെയ്യണം? വട്ടം വെക്കണം. അങ്ങനെ നമുക്ക് വെച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം സാവിത്രിക്കുട്ടി ത്രികോണം വെച്ചു, തൊട്ടുപുറകെ അമ്മു വട്ടം വെച്ചു, പിന്നെ ത്രികോണം വെച്ചു. സാവിത്രി അമ്മുക്കുട്ടി അപ്പത്തേക്ക് വട്ടം വെച്ചു. പിന്നെ എന്തായിരിക്കും വെക്കുന്നേ? പിന്നെ സാവിത്രിക്കുട്ടി ത്രികോണം വെച്ചു. അത് കഴിഞ്ഞ് അമ്മുക്കുട്ടി എന്ത് വെക്കും? വട്ടം വെക്കും. അപ്പൊ അങ്ങനെ സാവിത്രിക്കുട്ടി അമ്മു ഒരു തെറ്റും ഇല്ലാണ്ട് മിടുക്കരായിട്ട് രണ്ടുപേരും കളി ജയിച്ചു. അപ്പൊ അന്നേരം നമ്മുടെ അപ്പു ചോദിച്ചു, ഇത് 2 പേർക്ക് കളിക്കാൻ പറ്റുള്ളൂ, നമുക്ക് 3 പേർക്കൂടെ കളിക്കാൻ എന്താ ചെയ്യുന്നേ? അപ്പൊ പെട്ടെന്ന് സാവിത്രിക്കുട്ടി പറഞ്ഞു, ഓ ഇതാണോ, നമുക്ക് 3 പേർക്കൂടെ കളിക്കാലോ, ഇത് തന്നെ. പക്ഷെ ഒരു സാധനം കൂടെ കൂടും എന്ന് പറഞ്ഞു. എന്താ കൂടുന്നത്? ആദ്യം ഞാൻ ചതുരം വെക്കും. ആര്? സാവിത്രിക്കുട്ടി. അമ്മു ത്രികോണം വെക്കണം. അത് കഴിയുമ്പോ അപ്പു എന്ത് ചെയ്യണം? വൃത്തം, വട്ടം വെക്കണം എന്ന് പറഞ്ഞു. എന്താണ്? സാവിത്രിക്കുട്ടി പറഞ്ഞു, ആദ്യം ഞാൻ ചതുരം വെക്കും, അമ്മുക്കുട്ടി ത്രികോണം വെക്കും, അപ്പു വട്ടം വെക്കും. അങ്ങനെ അവര് 3 പേരും ഓരോന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോ സാവിത്രിക്കുട്ടി ഇനി വീണ്ടും ഞാൻ എന്ത് വെക്കും? ചതുരം വെക്കും. അപ്പൊ പിന്നെയോ അമ്മുക്കുട്ടി ത്രികോണം വെക്കും, അപ്പോ വട്ടം വെച്ചു. ഇനി എന്നാ അടുത്തത് ഏതായിരിക്കും വെക്കണ്ടേ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. യെസ്, കറക്റ്റ്. അടുത്ത എന്താ വെക്കേണ്ടത്? ചതുരം. വെരി ഗുഡ്. പിന്നെയോ ത്രികോണം. വെരി ഗുഡ്. എല്ലാരും പഠിക്കണാണല്ലോ. നിങ്ങൾ എല്ലാരും കളിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ എല്ലാരും കളിക്കാൻ തുടങ്ങിയില്ലേ? ആദ്യം പിന്നെ വീണ്ടും ചതുരം, ത്രികോണം, വട്ടം അങ്ങനെ വെച്ച് അവര് കളി നന്നായിട്ട് കളിച്ചു. അവർക്ക് ഒത്തിരി സന്തോഷായി. അങ്ങനെ സാവിത്രിക്കുട്ടിയുടെ കൂടെ നിങ്ങളെല്ലാരും കളിച്ചില്ലേ? ഇനി നമുക്കൊരു വീടുണ്ടാക്കി നോക്കിയാലോ? സാവിത്രിക്കുട്ടി ഉണ്ടാക്കിയ വീട് പോലെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു വീട് ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം. ആദ്യം നിങ്ങള് ഒരു പേപ്പർ എടുക്കണം. പേപ്പർ എടുത്തിട്ട് സമചതുരാകൃതി മുറിക്കണം. എങ്ങനെയാ മുറിക്കുന്നതെന്ന് അറിയാമോ? ഈ പേപ്പർ ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് എങ്ങനെ കിട്ടും? ഒരു ത്രികോണ ഷേപ്പിൽ വരും. ആ ഷേപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഷേപ്പ് കിട്ടും. ഈ ഷേപ്പ് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ മുറിച്ച് വേണം. ഇങ്ങനെ മുറിച്ച് കളയാം. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ കിട്ടി. നമ്മുടെ സമചതുരാകൃതിയിലുള്ള പേപ്പർ എന്ത് ചെയ്യണം? നേർ പകുതി മടക്കാം. നേർ പകുതി മടക്കിയിട്ട് വീണ്ടും ഈ പകുതിയിൽ ഇതും പകുതിയെ മടക്കുക. ഈ പകുതി വീണ്ടും പകുതിയായിട്ട് മടക്കണം. നോക്കിയോ, ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്നു. പകുതി മടക്കി. അതുപോലെ തന്നെ ഈ വശവും പകുതി മടക്കി. ഓക്കെ, നിങ്ങളെല്ലാവരും ടീച്ചറിന്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആണോ? നമ്മൾ എങ്ങനെ മടക്കി? ആദ്യം നേർ പകുതി മടക്കി, വീണ്ടും അത് 2 വശത്തേക്ക് മടക്കി. ഇനി നമ്മളിതിനെ വീണ്ടും മടക്കാൻ വേണ്ടി പോവാം. എങ്ങനെ? വീണ്ടും നേർ പകുതിയായിട്ട് മടക്കാൻ പോവാണേ. വീണ്ടും നമ്മളിത് നേർ പകുതിയായിട്ട് മടക്കി. എന്നിട്ട് ഈ പകുതി ഭാഗം തുറന്നു വെച്ചിട്ട് വീണ്ടും നമ്മൾ മടക്കുന്നു. 2 ഭാഗവും വീണ്ടും പകുതിയായിട്ട് മടക്കുക. ഇങ്ങനെ ടീച്ചറിൻ്റെ കൂടെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ട് വേണം നമുക്ക് ഈ പേപ്പർ വീട് നമ്മുടെ നോട്ട്ബുക്കിൽ ഒട്ടിച്ചു വെക്കാൻ. കണ്ടോ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കി, ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കി. വീടായോ? വീണ്ടും ഒരു സമചതുരാകൃതിയാണ് കിട്ടിയേക്കണേ. ഇനി എളുപ്പ വീടുണ്ടാക്കാൻ ഇവിടെ പതുക്കെ അങ്ങ് പൊക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഭാഗം, ഇതുണ്ടോ, ഈ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടിരുന്നു. എന്നിട്ട് ഇങ്ങനെ വെച്ചു.
ഇങ്ങനെ വെച്ചു കണ്ടോ. അടുത്തതിന് ശേഷം മറ്റേ ഭാഗവും അതുപോലെ എടുത്തിട്ട് വശത്തേക്ക് വെച്ചു. നോക്കിക്കേ, വീടായില്ലേ. ഇതിനെന്തൊക്കെയോ കുറവുണ്ടല്ലോ. എന്ത് കുറവുള്ളേ? വാതിലില്ല, ജനലില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കളർ പേന ഉപയോഗിച്ച് വീടിന് വാതിലും ജനലും ഒക്കെ വരച്ച് ഭംഗിയാക്കണേ. എന്നിട്ട് അത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒട്ടിച്ചു വെക്കാനും മറക്കരുത്. നിങ്ങളുടെ പാഠപുസ്തകത്തില് സാവിത്രിക്കുട്ടി ഇതുപോലെ സ്വപ്നം കണ്ട കഥയും അതിനുശേഷം സാവിത്രിക്കുട്ടി ഉണ്ടാക്കിയ വീടും വരച്ച വീടും സാവിത്രിക്കുട്ടിക്ക് വേലുചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത കടിവണ്ടിയും എല്ലാം ഉണ്ട്. നിങ്ങൾ ആ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് പൂർത്തീകരിക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ചു ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശുഭദിനം.